വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് സിസ്റ്റം അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സിസ്റ്റം ആയാലും സറൗണ്ടിങ് ആയാലും രണ്ടും എന്താണ്, പാർട്ട് ഓഫ് യൂണിവേഴ്സ് ആണ് ഇൻ തെർമോഡൈനാമിക്സ്. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒബ്സർവേഷൻസ് എല്ലാം ചെയ്യുന്നത് സിസ്റ്റത്തിലാണ്. ആൻഡ് റിമൈനിങ് ആയിട്ടുള്ള യൂണിവേഴ്സിനെ, അതായത് യൂണിവേഴ്സ് അതർ ദാൻ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത് സറൗണ്ടിങ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിനെ സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വോൾ ആണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾസ് വെച്ചിട്ടാണ്. ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, പി, വി, ടി വേരിയബിൾസ് പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഇനി യൂണിവേഴ്സിന്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് ഈക്വൽ ടു സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. 3 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണുള്ളത്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് പോസിബിൾ ആണ്. ഇനി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ മാറ്ററിന്റെ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജിയുടെ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ടാവും. ഇനി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എനർജിയുടെയും ട്രാൻസ്ഫർ ഉണ്ടാവില്ല, മാറ്ററിന്റെയും ട്രാൻസ്ഫർ ഉണ്ടാവില്ല ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കെമിക്കൽ എനർജി ആവാം, ഇലക്ട്രിക്കൽ എനർജി ആവാം, മെക്കാനിക്കൽ എനർജി ആവാം, ഓർ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എനർജി ആവാം ആ ഒരു സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇങ്ങനെയുള്ള എനർജിനെ ഇന്റേണൽ എനർജി യു ഓഫ് ദ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹീറ്റ് പാസസ് ഇൻടു ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് ഹീറ്റ് ഓഫ് ദ സിസ്റ്റത്തിന് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. വർക്ക് ഈസ് ഡൺ ഓൺ ഓർ ബൈ ദ സിസ്റ്റം, വർക്ക് ഡണ്ണിനെ ചേഞ്ച് ചെയ്യും. ആൻഡ് മാറ്റർ എൻറ്ററിങ് ഓർ ലീവിങ് ദി സിസ്റ്റം. അപ്പൊ ഈ 3 ഫാക്ടേഴ്സിനെയാണ് ഇന്റേണൽ എനർജി ചേഞ്ച് ആക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വർക്കിന്റെ കേസ് നോക്കാം. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ, അതായത് ഹീറ്റ് ഒന്നും തന്നെ സിസ്റ്റവും സറൗണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫർ ആവുന്നില്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് WADന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് അവിടെ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം ഇൻക്രീസ് ആവാണെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അഡിയാബാറ്റിക് വർക്ക് ഡൺ WAD നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും ആൻഡ് ഇന്റേണൽ എനർജി അവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹീറ്റിന്റെ കേസ് നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് എനർജി, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹീറ്റ് ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഹീറ്റ് ക്യൂയുടെ വാല്യൂ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഹീറ്റ് സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന കണ്ടീഷനിൽ. അപ്പൊ ഇവിടെ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം ക്യൂ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇൻക്രീസ് ആവും. ഇനി ക്യൂ നെഗറ്റീവ് ആവുമ്പോഴത്തേക്കും ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കായിരിക്കും ആൻഡ് ഇവിടെ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഇനി വർക്കിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? വർക്ക് W ഈക്വൽ ടു ഇന്റഗ്രൽ V1 ടു V2 PEX dV എന്നാണ് വരുന്നത്. ഇനി എൻതാൽപ്പിയുടെ കേസ് പറയുകയാണെങ്കിൽ എൻതാൽപ്പി H ഈക്വൽ ടു U പ്ലസ് PV ആണ്, ഓർ ഡെൽറ്റ H. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ്. U എന്താണ് ഇവിടെ? ഇന്റേണൽ എനർജി ആണ്. ഓക്കെ, ഡെൽറ്റ H നെഗറ്റീവ് ആവുന്നത് എക്സോതെർമിക് റിയാക്ഷൻസിന്റെ കേസിലാണ്, വിച്ച് ഇവോൾവ് ഹീറ്റ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ആൻഡ് ഡെൽറ്റ H പോസിറ്റീവ് ആവുന്നത് എൻഡോതെർമിക് റിയാക്ഷൻസിന്റെ കേസിലാണ്, അവിടെ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി P ഡെൽറ്റ V ഈക്വൽ ടു ഡെൽറ്റ NG RT ആൻഡ് ഹെൻസ് നമുക്ക് ഇങ്ങനെ പറയാം ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NG RT എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ സിസ്റ്റത്തിനെയാണ്. ഇനി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിനാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു particular quantity of heat required ആണ് to increase the temperature of 1 unit mass of substance by 1 degree Celsius. Okay. അപ്പൊ heat Q which is required to raise the temperature of a sample നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q equal to Cm delta T എന്നാണ് കണ്ടുപിടിക്കുന്നത്. Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, C എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ് ആണ്, M വന്നിട്ട് മാസ്, ഡെൽറ്റ T ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Cp ആൻഡ് Cv ഫോർ an ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് Cp മൈനസ് Cv ഈക്വൽ ടു R ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെഷർമെന്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച് ആണ്. അത് യൂസിങ് കലോറിമെട്രി ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക് കോൾഡ് കലോറിമെട്രി വെച്ചിട്ടാണ്. കലോറിമെട്രി പ്രോസസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സ് ഒരു വെസലിനുള്ളിലാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ വെസലിനെ നമ്മൾ പറയുന്നത് കലോറിമീറ്റർ എന്നാണ്. ഈ കലോറിമീറ്റർ നമ്മളൊരു നോൺ വോളിയം ഓഫ് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നോർമലി. നമുക്കിവിടെ ആ ലിക്വിഡിന്റെ ഹീറ്റ് കപ്പാസിറ്റി അറിയണം ആൻഡ് ഓൾസോ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ നമുക്ക് അറിയണം. ഇത് രണ്ടും അറിയുകയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് ഇതെല്ലാം മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻസിലാണ് മെഷർമെന്റ്സ് എടുക്കുന്നത്, അറ്റ് കോൺസ്റ്റന്റ് വോളിയം QV ആൻഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ QP. ഇനി ഒരു റിയാക്ഷനെ അക്കമ്പനി ചെയ്ത് നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡെൽറ്റ RH which is equal to റിയാക്ഷൻ എൻതാൽപ്പി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് ചെയ്താൽ മതി. ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്? എല്ലാ സബ്സ്റ്റൻസസ്, അതായത് ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസസും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഉള്ള ഒരു കണ്ടീഷനിൽ ആ ഒരു റിയാക്ഷനിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ പ്യുവർ ഫോമിലായിരിക്കും അറ്റ് 1 bar. ഫേസ് ട്രാൻസ്ഫോർമേഷൻസിലും എനർജി ചേഞ്ചസ് നടക്കുന്നുണ്ടാവും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ഫ്യൂഷൻ എച്ച് ഓർ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ഫോളോസ് മെൽറ്റിംഗ് ഓഫ് 1 mole ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. മെൽറ്റിംഗ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. സോ അവിടെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ഒരു മോൾ ഓഫ് ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഹീറ്റ് റിക്വയർഡ് ആണോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ 1 bar, ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഡെൽറ്റ വേപ്പറൈസേഷൻ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡെൽറ്റ സബ്ലിമേഷൻ എച്ച് എന്താണ്? 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് സബ്ലൈം ചെയ്യുന്ന ടൈമിലുള്ള ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ് ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ ഓഫ് 1 bar. ഇനി സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് പറയുന്നത്. ഒരു മോൾ ഓഫ് കോമ്പൗണ്ട് അവരുടെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഫോം ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിനാണ് സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്താന്ന് നോക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ വിത്ത് ദ വാല്യൂ ഓഫ് ഡെൽറ്റ RH, അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഇക്വേഷൻ ആണ് നമ്മൾ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ബാലൻസ്ഡ് ആയിട്ടുള്ള തെർമോകെമിക്കൽ ഇക്വേഷനിൽ കോഎഫിഷ്യൻസ് കാണും അല്ലെ? ആ കോഎഫിഷ്യൻസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് ഇൻവോൾവ് ഇൻ റിയാക്ഷനെയാണ്. ഇനി ഡെൽറ്റ RHന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണ് മീൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ബൈ an ഇക്വേഷൻ ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ RHന് കിലോജൂൾ പെർ മോൾ ആയിരിക്കും SI യൂണിറ്റ് വരുന്നത്. ഇനി ഒരു കെമിക്കൽ ഇക്വേഷനെ റിവേഴ്സ് ചെയ്താൽ ആ ഒരു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ RH വാല്യൂം അവിടെ സൈനിൽ റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ആണ്. എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും വെദർ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലാണോ എത്ര നമ്പർ ഓഫ് സ്റ്റെപ്പിലാണോ ക്യാരി ഔട്ട് ആവുന്നത്, എത്ര സ്റ്റെപ്പിലായാലും ആ ഒരു എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ സെവറൽ സ്റ്റെപ്സിലാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഇന്റർമീഡിയറ്റ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ ഓവറോൾ റിയാക്ഷൻ ആയിരിക്കും. ആൻഡ് ഈ ഒരു റിയാക്ഷൻ സെയിം ടെമ്പറേച്ചറിലായിരിക്കണം ക്യാരി ഔട്ട് ആവേണ്ടത്.
നെക്സ്റ്റ് എൻതാൽപ്പീസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഡെൽറ്റ സി എച്ച് ആണ്. ഓക്കെ, എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ അല്ലെങ്കിൽ പെർ യൂണിറ്റ് എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സബ്സ്റ്റൻസ് കമ്പഷൻ അണ്ടർഗോ ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ റിയാക്ടൻസും പ്രൊഡക്ട്സും ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നതും ഒരു എൻതാൽപ്പി ചേഞ്ച് ആണ്. ഒരു മോൾ ഓഫ് ബോണ്ടിനെ കംപ്ലീറ്റ്ലി അവരുടെ ആറ്റംസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഒരു എൻതാൽപ്പിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ബോണ്ട് എൻതാൽപ്പി ഡെൽറ്റ ബോണ്ട് എച്ച് എന്താണ്? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള എനർജി ആൻഡ് എനർജി ഈസ് റിലീസ്ഡ് അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ. നെക്സ്റ്റ് ലാറ്റിസ് എൻതാൽപ്പി ആണ്. ലാറ്റിസ് എൻതാൽപ്പി മെയിൻ ആയിട്ട് അയോണിക് കോമ്പൗണ്ട്സിലാണ് വരുന്നത്. ഓക്കെ, ഇതും ഒരു ടൈപ്പ് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ആണ്. ഒരു മോൾ ഓഫ് അയോണിക് കോമ്പൗണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിൽ അവരുടെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ആവുന്ന ഒരു കണ്ടീഷനിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് അയോണിക് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. നമ്മളിവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എൻതാൽപ്പി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ എൻതാൽപ്പി ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഡെൽറ്റ സൊല്യൂഷൻ എച്ച് ആണ്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ആവുന്ന ടൈമിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷന്റെ ഒറിജിനൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ ഉള്ളത്. ആൻഡ് എത്രമാത്രം സോൾവെന്റ് ആഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ എമൗണ്ടിനെയും ഈ ഒരു എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് സ്പോണ്ടേനിറ്റി ഓഫ് റിയാക്ഷൻ നോക്കാം. അപ്പൊ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? രണ്ട് റിയാക്ടൻസ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇൻ കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും ആ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ആവുകയാണെങ്കിൽ അതിനെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് നോർമലി ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ചില എക്സ്റ്റേണൽ ഏജൻസീസിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഓക്കെ, ഇനി ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ എൻട്രോപ്പി ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണ്? അത് മാക്സിമത്തിൽ എത്തുമ്പോഴാണ് ആ ഒരു എൻട്രോപ്പി ഇൻക്രീസ് ആവുന്നത്. ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഗിബ്സ് എനർജി ചേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൻതാൽപ്പി ചേഞ്ച് മൈനസ് പ്രൊഡക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി ചേഞ്ച്. അതിനെയാണ് നമ്മൾ ഗിബ്സ് എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഒരു സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ഒരു സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആസ് സിസ്റ്റം ടെമ്പറേച്ചർ ആയിരിക്കും. ഓൾസോ സറൗണ്ടിങ്ങിന്റെ എൻതാൽപ്പി ഇൻക്രീസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിസ്റ്റത്തിന്റെ എൻതാൽപ്പി ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, നേരെ റിവേഴ്സ് ആണ് രണ്ടും വരുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്പോണ്ടേനിയസ് എക്സോതെർമിക് റിയാക്ഷൻസിനെയാണ്. എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് റിലീസ്ഡ് ബൈ ദ റിയാക്ഷൻ സറൗണ്ടിങ്ങിന്റെ ഡിസോർഡർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഓവറോൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫൈനലി ആ ഒരു റിയാക്ഷൻ അവിടെ സ്പോണ്ടേനിയസ് ആവുകയാണ് ചെയ്യുന്നത്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? ഏതൊരു പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പിയും സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന കണ്ടീഷനിലാണെന്നാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു.